രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം ബാബു കോറത്ത്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അവസാന അടവും പിഴച്ചു. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ ഹുസൈൻ റാണ ഭാരതത്തിലേക്ക്. നാടുകടത്തലിനെതിരെ സമർപ്പിച്ച ഹർജി തള്ളി US സുപ്രീം കോടതി. പാക് വംശജനായതിനാൽ ഭാരതത്തിൽ പീഡിപ്പിക്കപ്പെടുമെന്ന വാദവും തള്ളി. ഭാഷാ വിവാദത്തിൽ സ്റ്റാലിന്റെ തട്ടകത്തിൽ കയറിയ അമിത്ഷായുടെ സർജിക്കൽ സ്ട്രൈക്ക്. എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകൾ തമിഴ് ഭാഷയിൽ ആരംഭിക്കാൻ സംസ്ഥാനം തയ്യാറാവണം. തമിഴിനു വേണ്ടി ഒന്നും ചെയ്യാതെ വിവാദം മാത്രമാണ് സ്റ്റാലിന്റെ ലക്ഷ്യമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. മണ്ഡല പുനർനിർണയം ചൂണ്ടിക്കാട്ടി വിഘടനവാദ നീക്കവുമായി MK സ്റ്റാലിൻ. BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് സ്റ്റാലിന്റെ കത്ത്. സംയുക്ത പ്രതിഷേധം നടത്തണമെന്നും ആവശ്യം. തദ്ദേശ വാർഡ് പുനർവിഭജന കേസിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. വനിതാ ദിനത്തിൽ പ്രധാന സേവകന് സുരക്ഷയൊരുക്കുക വനിതകൾ മാത്രം. ഗുജറാത്തിലെ പരിപാടിയിൽ സുരക്ഷയ്ക്കായി അണിനിരക്കുക 2000-ലധികം വനിതാ ഉദ്യോഗസ്ഥർ. ചരിത്രത്തിൽ ആദ്യമെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി. ആശാ വർക്കർമാരുടെ ആവശ്യത്തിൽ കൃത്യമായ ഉത്തരവില്ലാതെ പിണറായി സർക്കാർ. കേന്ദ്ര ധനമന്ത്രിയുടെ ചോദ്യങ്ങളിൽ കുഴഞ്ഞ് KV തോമസ്. കൃത്യമായ കണക്ക് നൽകാനും ആവശ്യം. നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി കാണുമെന്ന് പ്രതികരണം. വിശദമായി നോക്കാം. ഭാരതത്തിലേക്ക് നാട് കടത്തുന്നത് തടയാനുള്ള മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ ഹുസൈൻ റാണയുടെ അവസാന ശ്രമവും പാളി. നാട് കടത്തരുതെന്നും പാക് വംശജനായതിനാൽ ഭാരതത്തിലെത്തിയാൽ പീഡിപ്പിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടി തഹാവൂർ ഹുസൈൻ റാണ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. തഹാവൂർ റാണയെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഭാരതം ശക്തമാക്കിയതിനു പിന്നാലെയാണ് അപ്പീൽ അപേക്ഷ നൽകിയത്. US സുപ്രീം കോടതി അസോസിയേറ്റ് ജഡ്ജിന് മുന്നിലായിരുന്നു ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഭാരതത്തിലേക്ക് നാടുകടത്തുന്നത് തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അപേക്ഷ തള്ളുകയായിരുന്നു. നേരത്തെ വിചാരണ കോടതിയിലും മേൽക്കോടതിയിലും സുപ്രീം കോടതിയിലും റാണയുടെ നാടുകടത്തലിനെതിരായ ഹർജികൾ തള്ളിയിരുന്നു. അവസാനം ഒരു കുറ്റത്തിന് 2 വിചാരണ പാടില്ലെന്നാവശ്യപ്പെട്ട് തഹാവൂർ റാണ സമർപ്പിച്ച സെറോഷിയറി ഹർജിയും സുപ്രീം കോടതി തള്ളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത പ്രസ്താവനയിൽ തഹാവൂർ റാണയെ ഉടൻ കൈമാറുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പും നൽകിയിരുന്നു. ഇതിനു പിന്നാലെ അമേരിക്കയിൽ തുടരുന്ന NIA സംഘം നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തു. പിന്നാലെയാണ് തടസ്സ ഹർജി സമർപ്പിക്കപ്പെട്ടത്. പാകിസ്ഥാൻ വംശജനായ തന്റെ വിചാരണ ഭാരതത്തിൽ നീതിപൂർവമാകില്ലെന്നാണ് റാണയുടെ ആരോപണം. മാത്രമല്ല നാടുകടത്തുന്നത് ജീവന് ഭീഷണി ഉണ്ടാക്കുമെന്നും റാണ ഹർജിയിൽ പറഞ്ഞിരുന്നു. റാണയുടെ വാദങ്ങൾ ഒന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല. നിയമത്തിന്റെ മുന്നിലെ എല്ലാ വഴികളും അടഞ്ഞതോടെ വൈകാതെ റാണയെ ഇന്ത്യയിലെത്തിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇന്ത്യ അടിച്ചേൽപ്പിക്കുന്നുവെന്ന തമിഴ്നാടിന്റെ ആരോപണത്തിന് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആദ്യം തമിഴ്നാട്ടിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ തമിഴിലേക്ക് മാറ്റുമെന്ന് അമിത്ഷാ നിർദ്ദേശം നൽകി. തമിഴ് ഭാഷയുടെ വികസനത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ആളാണ് സ്റ്റാലിനെന്നും അമിത്ഷാ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. मैं आज तमिलनाडु की इस धरती से देश के भाषी भाषाओं में पढ़ने वाले हर युवा को एक बात जरूर बताना चाहता हूं. अब तक CAPF की भर्ती में आपकी मातृभाषा का स्थान नहीं था. आप बंगाली में CAPF की परीक्षा नहीं दे सकते थे, आप कन्नड़ में नहीं दे सकते थे, आप तमिल में भी नहीं दे सकते थे. नरेंद्र मोदी जी ने निर्णय किया कि सभी 8वीं सूची की अनुसूची की भाषाओं में अब हमारे युवा परीक्षा दे पाएंगे. तमिलनाडु के युवा भी अब तमिल में परीक्षा दे पाएंगे. इस मौके पर मैं तमिलनाडु की धरती पर आया हूं तो तमिलनाडु के मुख्यमंत्री को भी आग्रह करना चाहूंगा कि कई राज्यों ने पहल की है. मेडिकल की शिक्षा और इंजीनियरिंग की शिक्षा में स्थानीय भाषा में अभ्यासक्रम बनाए गए हैं. मेरा आग्रह है
तमिलनाडु के मुख्यमंत्री को कि तमिलनाडु में भी तमिल भाषा में मेडिकल और इंजीनियरिंग का एजुकेशन शुरू किया जाए, शीघ्र किया जाए। അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷയൊരുക്കുന്നത് പൂർണ്ണമായും വനിതാ ഉദ്യോഗസ്ഥരാകും. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ സംഘ്വിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ നവ്സാരിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മെഗാ ഇവന്റിലാണ് 2000-ലധികം വനിതാ ഉദ്യോഗസ്ഥർ സുരക്ഷയൊരുക്കുക. 1.5 ലക്ഷത്തിലധികം വനിതകൾ പങ്കെടുക്കുന്ന ലഖ്പതി ദീദി പരിപാടി ഇതിനോടകം തന്നെ വനിതകൾക്കിടയിൽ വലിയ തോതിൽ പ്രചാരണം നേടിക്കഴിഞ്ഞിരുന്നു. വനിതാ ഡിവൈഎസ്പിമാരും DSPമാരും ADGPമാരും അടക്കം ഈ ദൗത്യത്തിൽ പങ്കാളികളാകും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ വനിതകൾ മാത്രം സുരക്ഷയൊരുക്കുന്നതെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘാവി വ്യക്തമാക്കി. രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരവാദം അവസാന ഘട്ടത്തിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാടുകളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം തുടച്ചു നീക്കുകയാണ്. എന്നാൽ അർബൻ നക്സലിസം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കോൺഗ്രസ് അർബൻ നക്സലിസത്തിന് പിന്തുണ നൽകുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ ഒരു മാധ്യമത്തിന്റെ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരവാദം അവസാന ഘട്ടത്തിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. നേരത്തെ 100-ലധികം മാവോയിസ്റ്റ് ബാധിത ജില്ലകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വിരലിലെണ്ണാവുന്ന ജില്ലകളിൽ മാത്രമാണ് ഭീകര സാന്നിധ്യമുള്ളത്. കാടുകളിൽ നിന്ന് ആയുധമെടുത്തുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ്. അർബൻ നക്സലിസം പുതിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും ഗാന്ധിജിയുടെ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ നിന്ന് പോലും അർബൻ നക്സലുകളുടെ ശബ്ദം ഉയർന്നു കേൾക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. सरकार के निर्णायक फैसलों से आज नक्सलवाद जंगल से तो साफ हो रहा है, लेकिन अब वो अर्बन सेंटर्स में पैर पसार रहा है. अर्बन नक्सलियों ने अपना जाल इतनी तेजी से फैलाया है कि जो राजनीतिक दल अर्बन नक्सल के विरोधी थे, जिनकी विचारधारा कभी गांधी जी से प्रेरित थी, जो भारत की जड़ों से जुड़ी थी, ऐसे राजनीतिक दलों में आज अर्बन नक्सल पैठ जमा चुके हैं. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും മുന്നേറ്റത്തിനും വെല്ലുവിളിയാകുന്ന മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ജാഗ്രത വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാവോയിസ്റ്റ് അക്രമത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളിൽ 80% കുറവുണ്ടായിട്ടുണ്ടെന്നും 2026ഓടെ മാവോയിസ്റ്റ് ഭീകരവാദം രാജ്യത്തു നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടുത്തിടെ പ്രതികരിച്ചിരുന്നു. ജനം, ഡൽഹി. ഭാരതവുമായി മികച്ച സഹകരണത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ച ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇരു രാജ്യങ്ങളും തങ്ങളുടെ വിജയങ്ങൾക്കായി സഹകരിച്ച് പ്രവർത്തിക്കണം. അതിർത്തിയിലെ സൈനിക പിന്മാറ്റം ബുദ്ധിപരമായ നീക്കമാണ്. ഗ്ലോബൽ സൗത്തിലെ പ്രധാന രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നും വാങ് യി പറഞ്ഞു. China-India relations have made positive strides over the past year. The successful meeting between President Xi Jinping and Prime Minister Narendra Modi in Kazan last October provided strategic guidance for the improvement and development of the bilateral ties. Both sides have earnestly followed through on the important common understandings of our leaders, strengthened exchanges and practical cooperation at all levels, and achieved a series of positive outcomes. China and India are each other's largest neighbors. China always believes that the two should be partners that contribute to each other's success. A cooperative pas de deux of the dragon and the elephant is the only right choice for both sides. As the two largest developing countries, China and India have a shared task to accelerate our country's development and revitalization. There is every reason for us to support each other rather than undercut each other, work with each other rather than guard against each other. This is the path that truly serves the fundamental interests of the two countries and peoples. ലണ്ടനിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെതിരെ നടന്ന ആക്രമണം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉന്നയിച്ച് കൺസർവേറ്റീവ് പാർട്ടി MP ബോബ് ബ്ലാക്ക്മാൻ. സംഭവത്തെക്കുറിച്ച് ആഭ്യന്തര സെക്രട്ടറി പാർലമെന്റിൽ വിശദീകരണം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിട്ടനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ എസ് ജയശങ്കർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഖാലിസ്ഥാൻ ഭീകരർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഔദ്യോഗിക പരിപാടി നടന്ന വേദിക്ക് പുറത്തായിരുന്നു ഖാലിസ്ഥാൻവാദികളുടെ ആക്രമണം. സംഭവം കൺസർവേറ്റീവ് പാർട്ടി MP ബോബ് ബ്ലാക്ക്മാൻ പാർലമെന്റിൽ ഉന്നയിച്ചു. ആഭ്യന്തര സെക്രട്ടറി സംഭവത്തിൽ സഭയിൽ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. Yesterday,
the External Affairs Minister from India, Sri Sri Ranka, was attacked when he was leaving a public venue when he'd been addressing an audience of Indian people in this country. He was attacked by Khalistani thugs. This is against the Geneva Convention, and it appears that the police and the security forces failed to ensure that he was made safe. Now, this is an affront to democracy. It's an affront to our friends and allies in India, and we need to make sure that it doesn't happen again. So will the leader ensure that the Home Secretary or an appropriate minister makes a statement to this House about what protection we're going to make sure when we have external visitors to this country that they are safe? ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. ജനീവ കരാറിന്റെ ലംഘനമാണ് വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ പ്രസ്താവന ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് പ്രതിനിധി ജനപ്രതിനിധി സഭയെ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ലോക്സഭാ മണ്ഡല അതിർത്തി പുനർനിർണയത്തിന്റെ മറവിൽ വിഘടനവാദ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഒഡീഷ, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും സ്റ്റാലിൻ കത്തയച്ചു. മണ്ഡല അതിർത്തി പുനർനിർണയത്തിനെതിരെ മാർച്ച് 22-ന് യോഗം ചേരാനാണ് നീക്കം. സംയുക്ത ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നീക്കമാണ് സ്റ്റാലിൻ നടത്തുന്നത്. കട്ടിംഗ് സൗത്ത് ഉൾപ്പെടെയുള്ള വിഘടനവാദ ശ്രമങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് സ്റ്റാലിൻ്റെ ഈ പുതിയ തന്ത്രം. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമായി, അധികാരം കിട്ടിയില്ല, അങ്ങനെ മുന്നോട്ട് വെച്ച എല്ലാ കുതന്ത്രങ്ങളും തകർന്ന് തരിപ്പണമായി. ഈ പുതിയ നീക്കം, കട്ടിംഗ് സൗത്ത് പൊളിഞ്ഞതിന് ശേഷമുള്ള ഈ പുതിയ വിഘടനവാദ നീക്കം എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ശ്യാം, ഈ പുതിയ വിഘടനവാദ നീക്കത്തിന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതെന്ന് ഇപ്പോഴും പറയാൻ സാധിക്കാത്ത ചില മാനദണ്ഡങ്ങളാണ് എന്നതാണ് ഏറെ ഗൗരവമേറിയ വിഷയം. നമുക്കറിയാവുന്നതാണ്, ഈ മണ്ഡല അതിർത്തികളുടെ പുനർനിർണ്ണയം സംബന്ധിച്ച ഈ ചർച്ചകളിൽ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു കൃത്യതയാർന്നൊരു നിഗമനത്തിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടില്ല. എങ്കിലും അതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലും MP-മാരുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട്. അത് തങ്ങളുടെ വികസന പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു ഭീതി പരത്തുക എന്നതാണ് അദ്ദേഹം വളരെ കൃത്യമായി ചെയ്യുന്നത്. തീർച്ചയായും ഇതൊരു വിഘടനവാദ സ്വഭാവമുള്ളൊരു നീക്കം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തമിഴ്നാടിന് പുറമെയുള്ള 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ ഒഡീഷ, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും ഇക്കാര്യത്തിൽ സഹകരിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഒരു സംയുക്ത സമിതി ഉണ്ടാക്കി സമരം ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കത്തയക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാലിൻ ചെയ്തിരിക്കുന്നത്. ഏറെ നിർണായകമായൊരു കാര്യമെന്ന് പറയാനുള്ളത്, ഈ മാർച്ച് 22-ന് ഇത് സംബന്ധിച്ചൊരു യോഗം നടത്താനും അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ കോർഡിനേഷൻ കമ്മിറ്റികളിലേക്ക് അംഗങ്ങളെ, മുതിർന്ന അംഗങ്ങളെ നിയോഗിക്കാൻ അനുവദിക്കുക, അത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചാണ് കത്തയച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇതൊരു വിഘടനവാദ സ്വഭാവം, അതായത് ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ കെട്ടുറപ്പുള്ളൊരു സംവിധാനത്തിൽ ഒരു ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുമ്പോൾ ഒരു വിഭാഗത്തെ മാത്രം അത് ഒരു പരിധിവരെ ഏതെങ്കിലും രീതിയിലുള്ള, നേരത്തെ അത് കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു ആശയമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് എങ്കിൽ അത് ദക്ഷിണേന്ത്യയെ മാത്രം ബാധിക്കുന്നൊരു വിഷയമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മറ്റ് ചില സംസ്ഥാനങ്ങളെ കൂടി ചേർത്ത് ഇത്തരത്തിലുള്ളൊരു വിഘടന സ്വഭാവത്തിലേക്ക് നീക്കിക്കൊണ്ടുപോകുക, പ്രത്യേകിച്ച് പഞ്ചാബും പശ്ചിമ ബംഗാളും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് തന്നെ ചില ദുരൂഹതകളൊക്കെ തോന്നിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഒഡീഷയിലെ ഭരണമാറ്റമൊന്നും തമിഴ്നാട് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലേ? BJP ഭരണത്തിലുള്ളൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു കത്തയക്കുന്നതിലൂടെ ഓവർ കോൺഫിഡൻസ് ആണോ, അതോ എന്താണ് അതിലൂടെ സ്റ്റാലിൻ ഉന്നം വയ്ക്കുന്നത്? അത് തീർച്ചയായും ഇത്തരത്തിൽ എന്താണ് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു കത്തയച്ചതിലൂടെ അവിടെ നിന്ന് പിന്തുണ ലഭിക്കില്ല എന്ന് സ്വാഭാവികമായും ചിന്തിക്കാനുള്ള രാഷ്ട്രീയ പക്വതയില്ലായ്മയൊന്നും, ചിന്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ പക്വതയില്ലായ്മയൊന്നും ഉള്ള നേതാവല്ല സ്റ്റാലിൻ എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നിരവധി അവ്യക്തതകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ 3 സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, അത് നോർത്ത് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളെന്ന് പറയാവുന്ന ഒഡീഷ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളും പഞ്ചാബുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ പശ്ചിമ ബംഗാളും പഞ്ചാബും തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ യുക്തി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ശ്യാം ഇപ്പോൾ സൂചിപ്പിച്ച ഈ BJP ഭരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു കത്തയച്ചതുകൊണ്ട് എന്ത് പ്രയോജനം എന്നത് സംബന്ധിച്ച അവ്യക്തത വീണ്ടുമുണ്ട്. പക്ഷേ ഏത് രീതിയിലാണ് ഇതൊരു വിഘടനവാദത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന കൃത്യമായൊരു നീക്കം. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി ഐസൻ, എനിക്ക് തോന്നുന്നു ഇതൊരു ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു ചലനമായിട്ട് കൂടി നമുക്കൊന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട 2 സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്നു, മമതാ ബാനർജി.
പഞ്ചാബ് ആം ആദ്മി പാർട്ടിയുടെ കീഴിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് പാർട്ടികളെ കൂടി ചേർക്കുന്നു, അവർ ഒപ്പം നിൽക്കണമെന്നൊരു സാഹചര്യം സ്റ്റാലിൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സഖ്യത്തിൻ്റെ നേതൃനിരയിലേക്ക് വരാനുള്ള സ്റ്റാലിൻ്റെ ഒരു ബുദ്ധി കൂടിയാണോ? തീർച്ചയായും അത്തരത്തിലും ചിന്തിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, പ്രാദേശിക പാർട്ടികളെ ഇത്തരത്തിലുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വം ഏൽപ്പിക്കണമെന്നൊരു ആവശ്യമൊക്കെ നേരത്തെ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം ഉണ്ടായിരുന്നു. മമതാ ബാനർജി നേതൃത്വത്തിൽ വരേണ്ടതുണ്ട് എന്ന ഒരു ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അതേ മമതാ ബാനർജിക്ക് തന്നെ ഇപ്പോൾ കത്തയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിനും ഇതുപോലെ കത്തയച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ ഇന്ത്യ സഖ്യത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന കോൺഗ്രസ് ഏതര ഒരു സഖ്യം, അല്ലെങ്കിൽ കോൺഗ്രസ് എതിരെ ഒരു സഖ്യത്തെ രൂപീകരിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാകാം ഒരു പക്ഷേ ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൊന്നായിരിക്കാം അത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേതൃനിരയിലേക്ക് വരാനും ആ നേതൃനിരയിലേക്ക് വന്ന ഒരു ദേശീയ തലത്തിലൊരു നീക്കം നടത്താനുമുള്ള താല്പര്യങ്ങളൊക്കെ വ്യക്തിപരമായും അല്ലെങ്കിൽ DMK തലത്തിലും ഉണ്ടായേക്കാം എന്നത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരത്തിൽ ആ കാര്യത്തെക്കുറിച്ച് വിശദമായി ചിന്തിക്കുമ്പോൾ ചോദ്യചിഹ്നങ്ങൾ മാത്രമാണ് ഉയരുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതാണ് ഗൗരവമുള്ളൊരു വിഷയം. അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ത്, അല്ലെങ്കിൽ വിഘടനവാദപരമായ ചില നിലപാടുകൾ എന്ത് നമുക്കറിയാവുന്നതാണ്. ഈ പഞ്ചാബിലെ ജനതയെ ഏത് രീതിയിൽ ഈ ഇത്തരത്തിലുള്ള വാക്കുകളിലൂടെയൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ അവിടെ രൂപീകരിക്കുന്നതിന് കുറേ കൂടി സാധ്യതകൾ അവിടെ ഉണ്ട് എന്നത് മുതലെടുക്കാനുള്ളൊരു നീക്കമാണോ നടത്തുന്നത് എന്നത് കൃത്യമായും അത്തരത്തിൽ സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത സമയങ്ങളിലാണ് അദ്ദേഹം ഭാഷാ പ്രശ്നം ഒരു വിഷയമായി എടുത്തുകൊണ്ടുവരുന്നത്. ത്രിഭാഷാ വിഷയമൊക്കെ കൊണ്ടുവന്ന് അത്തരത്തിലൊരു പ്രാദേശികമായ സ്വഭാവത്തിലുള്ള ഒരു വികാരം ഇളക്കിവിട്ടതിന് ശേഷമാണ് ഈ കത്തയച്ചിരിക്കുന്നത്. കത്തയക്കാനുള്ള നീക്കം, കത്തയക്കുകയും ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടി പല ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടാകാമെന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യ സഖ്യം പോലൊരു പ്രാദേശിക പാർട്ടികളുടെ സഖ്യം രൂപീകരിക്കുക, അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ സഖ്യം ശക്തമാക്കി എടുക്കുക എന്ന ലക്ഷ്യമുണ്ടായിരിക്കാം. അതുപോലെ തന്നെ തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു വിഘടന സ്വഭാവത്തോടെ കുറേ കൂടി വിലപേശൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരാശയമായിരിക്കാം. അല്ലെങ്കിൽ തീർത്തും വിഘടനവാദപരമായൊരു നിലപാട് മാത്രമായിരിക്കാം, കുറേ കൂടി സങ്കുചിതമായൊരു നിലപാട് മാത്രമായിരിക്കാം. എന്താണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഭാഷാ വിവാദത്തിൽ സ്വന്തം നാട്ടിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പോലും തമിഴ് ഭാഷയിൽ പഠനം നടത്താൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ അതിനൊരു ശ്രമം നടത്താത്ത സ്റ്റാലിനെ ഇന്ന് അമിത്ഷാ എടുത്തിട്ട് വിമർശിച്ചിരുന്നു. അതിന് പിന്നാലെ വീണ്ടും സ്റ്റാലിൻ വിഘടനവാദ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. പോപ്പുലർ ഫ്രണ്ട് SDPI ബന്ധത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച NIA. PFIയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI എന്ന ED റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. PFI ഭീകരർ നിരോധനത്തിന് പിന്നാലെ SDPIയിൽ നുഴഞ്ഞു കയറുകയാണ്. കേരളം, ചെന്നൈ, ബാംഗ്ലൂർ, ലക്നൗ, ഡൽഹി, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും പണമിടപാട് രേഖകളും പിടിച്ചെടുത്തിരുന്നു. ED കസ്റ്റഡിയിലുള്ള ഭീകരൻ മുഹമ്മദ് കുട്ടി ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനയും അറസ്റ്റ് നടപടികളും ഉണ്ടാകും. സാമ്പത്തികമായും ആശയപരമായും SDPIയെ നിയന്ത്രിച്ചത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണെന്നും തീവ്ര ഇസ്ലാമിക ഭീകരവാദ സ്വഭാവത്തോടെയാണ് SDPIയുടെ പ്രവർത്തനമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SDPIക്കെതിരെ കർശന തുടർ നടപടികൾ ഉണ്ടാകും. SDPI നേതാക്കളുടെ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ഇടപാടുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഭീകരവാദത്തിനായി പോപ്പുലർ ഫ്രണ്ട് സമാഹരിച്ച പണം SDPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്ന് അന്വേഷണ ഏജൻസികൾ തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി. സാധാരണക്കാർക്ക് കൈത്താങ്ങായി രാജ്യത്ത് 15,000-ത്തിലേറെ ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. 10 ലക്ഷത്തിലേറെ പേർക്കാണ് കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നത്. ഗുരുതര രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് 50 മുതൽ 90% വരെയാണ് ഇളവ് നൽകുന്നത്. ആരോഗ്യ സംരക്ഷണത്തിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. Under the visionary leadership of Prime Minister Narendra Modi, the Pradhan Mantri Bharatiya Jan Aushadhi Pariyojana (PMBJP) has transformed healthcare with the mantra "Achhi bhi, sasti bhi," ensuring high quality, affordable medicines for all. With over 15,000 Jan Aushadhi Kendras across India, the initiative serves 1 million people daily, offering medicines at 50% to 90% lower prices.
This has resulted in 30,000 crore of savings, easing medical expenses of countless families. കേരളത്തിലെ ആശാ വർക്കർമാരുടെ സേവന വേതന ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ നൽകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഡൽഹിയിൽ സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് കേരളത്തിന്റെ പൊതു ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർമ്മല സീതാരാമൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആശാസമരം സംബന്ധിച്ച വിഷയവും ചർച്ചയായി. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് KV തോമസ് ഒഴിഞ്ഞുമാറി. അതുമാത്രമല്ല, കേരളത്തിന്റെ പ്രശ്നമെന്നും വയനാട് ദുരന്തത്തിലെ സഹായം ഉൾപ്പെടെ ചർച്ച ചെയ്തു എന്നുമായിരുന്നു KV തോമസിന്റെ പിന്നീടുള്ള പ്രതികരണം. കൊണ്ട് ആശാ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കൂടി ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ്റുമായി സംസാരിച്ച് ഇന്നത്തെ ആ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇപ്പോൾ ഡീറ്റെയിൽസ് സംസ്ഥാന ഗവൺമെൻറ് ആ ഡീറ്റെയിൽസുമായിട്ടല്ല ഞാൻ പോയിരിക്കുന്നത്. ഇവർ പറഞ്ഞ് സഹകരിക്കാം, എന്നാന്ന് പരിശോധിക്കാം. ഇപ്പം നിങ്ങളുടെ ഇഷ്യൂ ആശയാണ്, എൻ്റെ ഇഷ്യൂ അത് മാത്രമല്ല. മൊത്തം അല്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇഷ്യൂ മേക്കറി പിടിക്കണ്ട, നിങ്ങളുടെ ജോലിയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ മൊത്തം കേരളത്തിൻ്റെ കാര്യങ്ങൾ ഫൈനാൻസ് മിനിസ്റ്ററോട് ചർച്ച ചെയ്തു. കായിക വാർത്തകൾ നോക്കാം. ISL ഈ സീസണിലെ കൊച്ചിയിലെ അവസാന മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയാണ് എതിരാളികൾ. പ്ലേ ഓഫ് കാണാതെ ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ പുറത്തായിരുന്നു. 22 മത്സരങ്ങളിൽ നിന്ന് 25 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്താണ്. 33 പോയിന്റുകളുമായി 7ാം സ്ഥാനത്തുള്ള മുംബൈ പ്ലേ ഓഫ് ലക്ഷ്യമിട്ടാകും ഇന്നിറങ്ങുക. ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.